ഹലോ ഓൾ. ഈ പെൺകുഞ്ഞുവാവുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ ഭയങ്കര ഒരു പ്രശ്നമാണ്. തലയിൽ മുടിയുണ്ടോ എന്ന് നോക്കും. കാരണം നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഈ ഉണ്ടായ ഉടനെ നല്ല മുടിയുണ്ടെങ്കിൽ അത് പിന്നീട് നിലനിൽക്കാൻ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ചെറുതിൽ ചിലപ്പം തീരെ മുടിയില്ലാത്ത കുഞ്ഞുവാവുകൾക്ക് പിന്നീട് ഉണ്ടായ ചരിത്രമുണ്ട്. അപ്പം മുടിയില്ല എന്ന് ഒരമ്മമാരും വിഷമിക്കരുത്. നമ്മൾ കഴിച്ച മെഡിസിന്, പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയിൽ നിന്നല്ല അത് പുറത്തേക്ക് കുഞ്ഞാവ് വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ എടുക്കും അതിനൊരു മാറ്റമൊക്കെ വരാനായിട്ട്. ഞങ്ങളുടെയൊക്കെ വിശ്വാസപ്രകാരം ഈ ഒരു 40 ദിവസം കഴിഞ്ഞ് ഈ മുടി കളയുന്ന ഒരു പരിപാടി ഉണ്ടല്ല, എത്ര പേർക്കൊക്കെ അത് ചിലർക്കൊക്കെ അങ്ങനെ ഒരു ആചാരം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തവണ മുട്ടയടിച്ചായിരുന്നു. അപ്പം അത് കൂടാതെ ഞാൻ പ്ലേയിൽ പഠിക്കുമ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ മുടി ഒന്ന് മുട്ടയടിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ നല്ല കട്ടിക്ക് മുടി വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മുടി ചെറിയ പ്രായത്തിൽ അവധി ദിവസങ്ങളിൽ, അതായത് ഇപ്പം നമ്മുടെ വലിയവധിയൊക്കെ വരുമല്ലേ, അപ്പോൾ ഒന്ന് മുട്ടയടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ടിക്ക് മുടി വരാൻ അത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ മുട്ടയടിക്കുന്ന ദിവസം ഒരു മുട്ടയുടെ വെള്ള തലയിൽ തേക്കുന്നത് പല ആൾക്കാർ പറഞ്ഞു തന്ന് ഞാൻ ചെയ്യുന്നതാണ്. അത് ചെയ്തെനിക്ക് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്താലും നന്നായിട്ട് മുടി വളരുന്നതായിട്ട് എനിക്ക് അനുഭവത്തിൽ അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മമാർ ചെയ്യുന്നൊരു തെറ്റായ കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ തലനിറച്ചും വെച്ചാൽ നന്നായി മുടി വളരും, അല്ലെങ്കിൽ ആ മുടി ആരോഗ്യമുള്ള തെറ്റായ കാര്യമാണ്. എണ്ണ വെച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ച് നല്ല ഉണങ്ങിയിരിക്കുന്നതാണ് മുടിക്ക് എപ്പോഴും നല്ലത്. അല്ലാതെ നനവോടുകൂടിയും എണ്ണയോടുകൂടിയും നമ്മൾ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ ചെളിയും പൊടിയും ഒക്കെ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ രാവിലെ കുഞ്ഞിൻ്റെ മുടി അങ്ങനെ നനയ്ക്കാൻ നിർബന്ധിക്കാറില്ല. കാരണം നനവോട് കൂടി നിൽക്കുമ്പോൾ ഈ കെട്ടിവെക്കേണ്ട, ചിലപ്പോൾ സ്കൂളിലൊക്കെ കെട്ടിവെച്ചുകൊണ്ടൊക്കെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ താരനും അതുപോലെ തന്നെ കാ പിടിക്കുക എന്ന് പറയല്ലേ, അതിനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കഴിവതും വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഓയിൽ മസാജ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ചെയ്ത് നന്നായിട്ട് തല കഴുകി കുളിപ്പിക്കും. തലമുടി ഒന്ന് ചീകും, കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ പേനൊക്കെ വരാനുള്ള ചാൻസ് ഉള്ള ചീകിയിട്ട് അത് കഴിഞ്ഞിട്ട് ഷാമ്പൂ തേച്ച് നന്നായിട്ട് വൃത്തിക്ക് തല കഴുകിക്കും. രാവിലെ മേല് മാത്രം കഴുകിയിട്ടാണ് സാധാരണ ഇവിടെ നിന്ന് പോകാറ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. കഴിവതും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പണ്ട് മുതൽ കേൾക്കുന്ന ഒരു കാര്യം, ആണുങ്ങൾ മുടി വെട്ടിയാൽ നന്നായിട്ട് മുടി ഉണ്ടാകുമെന്ന്. എൻ്റെ മോനും ഒരേ പ്രായക്കാരായതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചാണ് മുടി വെട്ടാനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ആൺകുട്ടികളുടെ മുടി വെട്ടുന്ന അതേ സലൂണിൽ തന്നെയാണ് മോളുടെയും വെട്ടുന്നത്. അവർ നല്ല ടൈം എടുത്താണ് വെട്ടുന്നത്. അത് മോള് വളരെ ചെറുതായിരുന്നപ്പോൾ കേട്ടോ, ടൈം എടുത്താണ് മുടി വെട്ടുന്നത്. അതുപോലെ തന്നെ ബ്ലേഡ് കൊണ്ട് ഈ പെടലിയുടെ ഇവിടെയൊക്കെ അവർ എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ അവർ എടുത്തു കൊടുത്ത് ഇവിടെയൊക്കെ നന്നായിട്ട് ഈ സൈഡൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവിടെയൊക്കെ കുറുനിര വരാനും നെറ്റ് കയറാതിരിക്കാനും ഒക്കെ അത് സഹായിച്ചിട്ടുണ്ട്. അത് അന്ധവിശ്വാസമാണോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഇവക്ക് അങ്ങനെ ചെയ്തിട്ട് ഇവക്ക് നന്നായിട്ട് മുടി വളരുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് മുടി ടൈറ്റായിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടിവെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ടൈറ്റായിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ മുടി നെറ്റ് കയറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എനിക്കൊക്കെ ഇവിടെ സൈഡിൽ നിന്ന് എപ്പോഴും ഒരു ട്രെൻഡ് എൻ്റെ സ്കൂൾ ടൈമിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഈ ഒരു സൈഡിലെ മുടി വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ നെറ്റിയൊക്കെ കയറി ഇരിക്കും. അപ്പോൾ എപ്പോൾ ചെയ്യാലും കുട്ടികൾക്ക് ഇച്ചിരി നെറ്റിയിലേക്ക് ഇറക്കി, അതുപോലെ എപ്പോഴും നടുവേന്ന് ചീവി ഇത്തിരി നെറ്റിയിലോട്ട് കയറ്റി ചീവി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം. അത് അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമല്ലേ. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പം ആ ഒരു നടുവേന്ന് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ കെട്ടിക്കൊടുക്കുമ്പോൾ ടൈറ്റായിട്ട് ഒത്തിരി ടൈറ്റാക്കി കൊടുക്കാതിരിക്കുക. അതെല്ലാം ഈ സൈഡിൽ നിന്നൊക്കെ മുടിയൊക്കെ കയറി നെറ്റി ഒത്തിരി വലിയ നെറ്റിയാവും. എൻ്റെയൊക്കെ പണ്ടിങ്ങനെ വടിച്ച് ചീവി തന്നു വിടുമായിരുന്നു സ്കൂളിൽ. അപ്പം എനിക്കൊക്കെ ഭയങ്കരമായിട്ട് നെറ്റിയുണ്ട്. മോളുടെ പക്ഷേ ഞാനത് വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. കാരണം നെറ്റ് കയറുന്നൊരു പാരമ്പര്യം ഉള്ളവരും ഉണ്ടായിരിക്കും, പക്ഷേ ഈ സൈഡിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം ഒരുപാട് നെറ്റിയുള്ളത് മോശമാണെന്നല്ല കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഒക്കെ നമ്മുടെ ഇങ്ങനെ ഇപ്പുറത്തുണ്ട് ഇതുപോലൊക്കെ ഇങ്ങനെ കയറി പോവാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് നടുവേന്ന് ചീവി കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തിരി നെറ്റിയിലേക്ക് കയറ്റി ചീവി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും നല്ലൊരു എല്ലാ സൈഡും നല്ല ഈവനായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള കുറുനിരയൊക്കെയുള്ള നെറ്റി ഉണ്ടാവും. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you for now.